നമസ്കാരം. ഭാരതത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന്, അതായത് LACയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ചൈന J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകൾ, അതായത് അവരുടെ ഷിഗേറ്റ്സ് എയർ ബേസിലാണ് ഇത്തരത്തിലുള്ള J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകൾ വിന്യസിച്ചിരിക്കുന്നത്. 40ഓളം J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകളാണ് അവർ വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് ചൈന ഒരു സ്പൈസ് സാറ്റലൈറ്റ് ഒക്കെ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഈ സ്പൈസ് സാറ്റലൈറ്റ് ഭാരതത്തിൽ നിന്ന് 500 കിലോമീറ്റർ മുകളിലാണ് പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുള്ളത്. അതായത് ഭാരതത്തെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിനോടൊപ്പം ഒരു ചരിവ് ഉണ്ടാക്കിയാണ് ഇത്തരത്തിലുള്ളൊരു സാറ്റലൈറ്റ് വിന്യസിച്ചിരിക്കുന്നത്. അത് ലോകത്തെ മുഴുവൻ ഭ്രമണം ചെയ്യുവാനല്ല, ഭാരതത്തിൽ നിന്നുള്ള ചില ഓപ്പറേഷൻസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എടുക്കുവാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു സ്പൈസ് സാറ്റലൈറ്റ് ഇന്ത്യക്ക് മുകളിൽ വിന്യസിച്ചിട്ടുള്ളതെന്നാണ്. PRS-EO-03 എന്ന സാറ്റലൈറ്റ് ആണ് പാകിസ്ഥാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചൈന പാകിസ്ഥാന് നിർമ്മിച്ചു നൽകിയ സാറ്റലൈറ്റ് ആണ് എന്നതാണ്. അതോടൊപ്പം തന്നെ J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകളും ഭാരതത്തിൻ്റെ അതിർത്തിയോട്, അതായത് സിക്കിമിൽ നിന്ന് 150 കിലോമീറ്റർ മാത്രം അകലെയാണ് അവരുടെ ഈ ഷിഗേറ്റ്സ് എയർ ബേസ് എന്ന് പറയുന്ന എയർ ബേസ് നിലനിൽക്കുന്നത്. ആ എയർ ബേസിലാണ് 40ഓളം J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകളെ ചൈന വിന്യസിച്ചിരിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഭാരതത്തിന് നേരെ ഒരു നിർണായകമായ ഓപ്പറേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്നാണ് ഇതിൽ നിന്നുള്ളൊരു സൂചന. അപ്പോൾ ഇത് J-20 സ്റ്റെൽത്ത് ജെറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റഡാർ സംവിധാനങ്ങളെ മറച്ചുകൊണ്ട് മുന്നേറാൻ കണക്കിനുള്ള ചില സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ മിസൈൽ സൗകര്യങ്ങളും മറ്റ് അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചൈന ഇതിനകത്ത് നിറച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് J-20 സ്റ്റെൽത്ത് ജെറ്റ്സുകളുടെ ഒരു പ്രത്യേകത എന്നത്. പക്ഷേ ഇതൊക്കെയും ഭാരതത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ഭാരതം തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അവർ, അതായത് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന റഡാർ സംവിധാനം ചൈന നൽകിയതാണ്. J-27A എന്ന് പറയുന്ന റഡാർ സംവിധാനമാണ് അന്ന് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത്. അന്ന് പാകിസ്ഥാന്റെ ഈ റഡാർ സംവിധാനങ്ങളെയൊക്കെ തരണം ചെയ്തു പോകാൻ ഇന്ത്യ അയച്ച ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ കിരാന കുന്നുകളിൽ അവർ കരുതി വച്ചിരുന്ന എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും, ഏറ്റവും പ്രധാനമായി അവരുടെ അണ്വായുധങ്ങൾ തകർത്തെറിയുവാനായിട്ട്, ആണവശേഖരം തകർത്തെറിയുവാനായിട്ട് ഭാരതത്തിന് സാധിച്ചു എന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ രീതിയിൽ ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഭാരതത്തിനെതിരെ നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും തരണം ചെയ്യുവാനുള്ളൊരു സൈനിക ശേഷി ഇപ്പോൾ പോലും ഭാരതത്തിൻ്റെ റഡാർ സംവിധാനമായ സുഖോയ് NK-1 ചൈനയുടെ ഈ തരത്തിലുള്ള സ്റ്റെൽത്ത് ജെറ്റ്സുകളുടെ വിന്യാസത്തെക്കുറിച്ച് നേരത്തെ തന്നെ വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ രീതിയിൽ ചൈന എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയാൽ പോലും ചൈനയുടെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും തിരിച്ചറിയുവാൻ ഇന്ന് ഭാരതത്തിന് ശേഷിയുണ്ട്. ഭാരതം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ റാഫേൽ പോലുള്ള അത്യാധുനികമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ കയ്യിലുണ്ട്. ഭാരതം ലോകത്തിലെ വ്യോമസേനകളിൽ 4ാം സ്ഥാനത്താണ്. അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിയിൽ 1ാം സ്ഥാനത്ത് എന്നുള്ളതാണ് ഏറ്റവും, അതായത് ഭാരതത്തിനേക്കാൾ ശക്തമായ സൈനിക സംവിധാനമായിരുന്നു ഒരു സമയത്ത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാനെ സഹായിക്കുവാനായിട്ട് അന്ന് അമേരിക്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ 70കളിൽ പോലും അത്രമേൽ വളരെ ശക്തമായ സൈനിക സംവിധാനം ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയാണ് പാകിസ്ഥാൻ എല്ലാ യുദ്ധങ്ങളിലും ഉണ്ടായത്. ആ എല്ലാ യുദ്ധങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ സ്ട്രാറ്റജി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനെ അതിജീവിക്കുവാൻ, ഇന്ന് ചൈനയെ അതിജീവിക്കുവാനുള്ള ഒരു ശേഷി ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ പോലുള്ള സംവിധാനങ്ങൾ, പോളിസികളാണ് ഭാരതം നടപ്പിലാക്കുന്നത്. ഭാരതത്തിനെതിരെ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് സാധ്യതയെങ്കിലും ഉണ്ട് എങ്കിൽ അതിനു മുന്നേ തന്നെ ഭാരതം തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര സംവിധാനങ്ങളോ ഏതെങ്കിലും UN പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളോ പ്രവർത്തിക്കുന്നതിനും ഭാരതത്തിന് എതിരെ എന്തെങ്കിലും ശബ്ദിക്കുന്നതിനും മുന്നേ തന്നെ അവരെ ആ ഒരു ഓപ്പറേഷനിലൂടെ എതിർ ശത്രു രാജ്യങ്ങളെ തകർത്തെറിയുന്ന ഒരു ശേഷിയാണ് ഭാരതത്തിനുള്ളത്. ഈ രീതിയിൽ ഭാരതം വളരെയധികം സൈനികമായി സജ്ജമാണ് എന്ന് മാത്രമല്ല, നേതൃത്വപരമായിട്ട് ഭാരതം ഇന്ന് ഏറെ മുന്നിലാണ്. ചൈനയെ പേടിച്ചുകൊണ്ട് ബോർഡർ റോഡുകൾ പരിഷ്കരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലെ ഭാരതമല്ല. ഇപ്പോൾ 2014 മുന്നേ ഭാരതത്തിൻ്റെ ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുന്നതിന് ഭാരതത്തിന് ഭയമായിരുന്നു. അന്നത്തെ UPA സംവിധാനമല്ല ഇന്ന് NDA പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു നീക്കം നടത്തിയാൽ തിരിച്ചടിക്കുക എന്നതാണ്. അത് നമ്മൾ ദോക്ലാമിൽ കണ്ടതാണ്, ചുംബി വേലിയിൽ കണ്ടതാണ്. ഇന്ത്യക്കെതിരെ അവർ എന്തൊക്കെ നീക്കം നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഭൂട്ടാനെ പിടിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു, അത് തകർത്തെറിഞ്ഞു. നേപ്പാളിനെ പിടിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു, അതും തകർത്തെറിഞ്ഞു. അങ്ങനെ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന തോന്നലിൽ തന്നെ ആ സമയത്ത് തിരിച്ചടി
തിരിച്ചടിക്കുവാനും ഭാരതത്തിന് കഴിയുന്നു. ചൈനയുടെ സംവിധാനങ്ങൾ, ചൈനയുടെ യുദ്ധോപകരണങ്ങൾ പോലും അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളാണ് ഇന്ന് ഭാരതം വികസിപ്പിച്ചുള്ളത്. അതായത് ചൈനയുടെ ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ പല രാജ്യങ്ങൾക്കും സംശയമാണ്. ഇന്തോനേഷ്യ അവരുടെ ആയുധം തിരിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ മ്യാൻമാറിലേക്ക് ചൈന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ നോക്കിയത് പാകിസ്ഥാൻ വഴിയാണ് കയറ്റുമതി ചെയ്യാൻ നോക്കിയത് എന്നേ ഉള്ളൂ. അത് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ശ്രീലങ്ക അവരുമായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദ് ചെയ്തു. ഇന്ത്യയെ എങ്ങനെയെങ്കിലും കൂട്ടിക്കെട്ടുവാൻ ചൈന നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും ഭാരതത്തിന് തകിടം മറിക്കുവാൻ, തച്ചുടയ്ക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ചൈനയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട്. എങ്കിലും അവർ ചില നീക്കങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ അവർ ശക്തമായ രീതിയിലുള്ള വാഗ്ധോരണികൾ മുഴക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ നീക്കങ്ങളൊന്നും നടത്തുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഈ അടുത്ത സമയത്ത് ചൈനയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ തന്നെ പറഞ്ഞത് ഇന്ത്യയുമായി ഞങ്ങൾക്ക് ഒരു മത്സരത്തിനും ഇല്ല, ഞങ്ങൾ ഒരു മത്സരത്തിനും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവർക്ക് തന്നെ അറിയാം ഇന്ത്യയുടെ എന്താണ് ഇപ്പോൾ ഇന്ത്യയുടെ ശേഷിയെന്നും ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്നും. ചൈന ഈ നടത്തുന്ന ഈ യുദ്ധോപകരണങ്ങളുടെ കച്ചവടം മറ്റെല്ലാം പൊളിഞ്ഞ് പാളിസായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് പൊളിഞ്ഞു പാളിസായി. ഈ ഒരു ഘട്ടത്തിലാണ് ചൈന ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ തിരിച്ചറിയാൻ ഭാരതത്തിന് സാധിച്ചു എന്നത് മാത്രമല്ല, അതിനെതിരെ ശക്തമായ നീക്കം നടത്തുവാനും ഭാരതത്തിന് കഴിയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ പാകിസ്ഥാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കാരണം പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററായ ഖ്വാജ ആസിഫ് ഈ അടുത്ത സമയത്ത് പറഞ്ഞത് ഭാരതത്തിനെതിരെ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്നതാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി മുടങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കാര്യത്തിൽ ഭാരതം എടുത്ത ചില സ്റ്റെപ്പുകൾ അത് പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുന്ന സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിനെ ആക്രമിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ആക്രമിക്കുമെന്ന് പറയുന്നതല്ലാതെ ഭാരതത്തിനെതിരെ ആക്രമിക്കുവാനുള്ള ഒരു ശേഷിയും അവരുടെ പക്കലില്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള ചൈനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും വൃഥാവിലാകുന്ന കാഴ്ചയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ കണ്ടത്. ഇത് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളും അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് എന്നത് മാത്രമാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഭീകരവാദ ആക്രമണം തുടങ്ങി ഇപ്പോൾ POKയിലൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ POKയിൽ അവർക്ക് ഒരു രീതിയിലും അവിടുത്തെ നടത്തുന്ന പ്രക്ഷോഭം, അതായത് അവിടുത്തെ സാധാരണ ജനങ്ങൾ നടത്തുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈനംദിനം എന്നോണം പ്രക്ഷോഭത്തിന്റെ തോത് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ബലൂജ് ആർമി നടത്തുന്ന നീക്കങ്ങൾ, അങ്ങനെ പാകിസ്ഥാന് ആകെ താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. ചൈനയ്ക്കും ഇത് തന്നെയാണ് അവസ്ഥ. ചൈനയുടെ ജനസംഖ്യയിൽ തന്നെ ഭൂരിഭാഗവും വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള വളരെയധികം ശക്തമായിട്ടുള്ള യുവതയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തരത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും തരണം ചെയ്യുവാനുള്ള മാനുഷിക ശേഷിയും ഹ്യൂമൻ ക്യാപിറ്റലുമുണ്ട്. അതോടൊപ്പം തന്നെ ആയുധങ്ങളുടെ സജ്ജീകരണമുണ്ട്, സ്ട്രാറ്റജിയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന നടത്തുന്ന ഈ തരത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും ഭാരതത്തിന് തരണം ചെയ്യുവാനും തച്ചുടയ്ക്കുവാനും കഴിയും.